ബിഗ് ബോസ് മലയാളം സീസൺ 4ന്റെ വരാൻ പോകുന്ന അല്ലെങ്കിൽ 4ാമത്തെ ആഴ്ചയിലെ ക്യാപ്റ്റനായി റോൺസൺ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ബിഗ് ബോസ് മലയാളം സീസൺ തുടങ്ങിയപ്പോൾ തൊട്ട് നമ്മൾ എല്ലാവരും കാണുന്നതാണ് അധികമൊന്നും മുൻനിരയിലേക്ക് വരാതെ ഒന്ന് ഒതുങ്ങി നിന്നു പോകുന്ന റോൺസനെ. എന്നാൽ കഴിഞ്ഞ 2 ആഴ്ചകളായി നോക്കിയാൽ നമുക്ക് അറിയാൻ സാധിക്കും റോൺസൺ എന്ന പ്ലെയർ മുൻനിരയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിന്റെ സൂചനകളാണ് ഇവയൊക്കെ എന്ന്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ശക്തമായി മുന്നോട്ടിറങ്ങി കളിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോഴും പിന്നണിയിൽ തന്നെയാണ്. എന്നാൽ തൻ്റെ അഭിപ്രായങ്ങൾ പറയേണ്ടിടത്ത് വ്യക്തമായും നല്ല സ്ട്രോങ് ആയും പറയാൻ മറക്കാറുമില്ല. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് കഴിഞ്ഞ നോമിനേഷൻ നടന്ന സമയത്ത് എല്ലാവരും നോമിനേറ്റ് ചെയ്യുമ്പോൾ പലരും അഭിപ്രായങ്ങളുമായി എത്തി. എന്നാൽ റോൺസൺ തൻ്റെ അവസരത്തിൽ എല്ലാവരോടുമായി പറഞ്ഞു താൻ സംസാരിക്കുന്ന സമയത്ത് വേറെ ആരും എന്താണ് ഏതാണ് എന്നും പറഞ്ഞ് വരാൻ പാടില്ല, ഇതെൻ്റെ സ്പേസാണ് എന്നും പറഞ്ഞ് നല്ല സ്ട്രോങ് ആയി നോമിനേറ്റ് ചെയ്തു പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അങ്ങനെ സ്ട്രോങ് ആയി പറയാൻ ധൈര്യമുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് റോൺസൺ. ഈ ഒരു ധൈര്യം അവിടെ പലർക്കും ഇല്ലതാനും. അത്രയ്ക്ക് പവർഫുൾ കമാൻഡിങ് കപ്പാസിറ്റി ഉള്ള ഒരാൾ ഇങ്ങനെ പിൻനിരയിൽ നിന്നാൽ പോരാ. നമ്മൾ പ്രേക്ഷകർ എല്ലാവരും കാണുന്നതാണ് ബിഗ് ബോസ് മലയാളം സീസൺ 4 ഈ 3 ആഴ്ചകൾ പിന്നിടുമ്പോൾ അധികമൊന്നും ഇറങ്ങിക്കളിക്കുന്ന ഒരു രീതിയല്ല റോൺസന്റേത്. എന്നാൽ ചെയ്ത ടാസ്കിലാണെങ്കിലും ബിഗ് ബോസ് ഹൗസിലെ ജോലിയിലാണെങ്കിലും തൻ്റെ ഭാഗം വളരെ നീറ്റ് ആൻഡ് ക്ലീനായി ചെയ്യുന്ന ഒരു കണ്ടസ്റ്റന്റ് കൂടിയാണ് റോൺസൺ. അങ്ങനെ നോക്കുമ്പോൾ ഇത്രയും കാലിബറുള്ള ഒരു കണ്ടസ്റ്റന്റ് ഇങ്ങനെ നിന്നാൽ പോരാ. ദിവസങ്ങൾക്ക് മുന്നേ തന്നെ കളത്തിലിറങ്ങി കളിക്കുകയും പുറത്ത് നല്ലൊരു ഫാൻ ബേസ് സൃഷ്ടിക്കേണ്ട സമയം അതിക്രമിച്ചു എന്ന് തന്നെ പറയാം. ആ നിലയ്ക്ക് ഇപ്പോൾ കിട്ടിയ ക്യാപ്റ്റൻസി അതിനൊരു തുടക്കമാകട്ടെ. റോൺസൺ ഈ ക്യാപ്റ്റൻസി പൊസിഷനിലേക്ക് വന്നത് എങ്ങനെയാണ് എന്ന് ഞാനൊന്ന് പറഞ്ഞു പോകാം. ക്യാപ്റ്റൻസി ടാസ്കിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടി മുന്നിൽ വന്നത് 3 പേരാണ്. 1 റോൺസൺ, 2 ധന്യ, 3 അപർണ. ഇതിൽ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് അർഹതപ്പെട്ടവർ എന്ന് എൻ്റെ അഭിപ്രായത്തിൽ റോൺസനും ധന്യയുമാണ്. ഇതിൽ അപർണ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വന്നതെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലായില്ല. അതിന് മാത്രം ഒരു പെർഫോമൻസ് ഒന്നും അപർണ കാഴ്ചവെച്ചിട്ടുമില്ല എന്നതാണ് എൻ്റെ കാഴ്ചപ്പാട്. എന്തായാലും ബിഗ് ബോസ് ഹൗസ് അംഗങ്ങൾ നോമിനേറ്റ് ചെയ്തു, അത് നമ്മൾക്ക് അക്സെപ്റ്റ് ചെയ്തേ മതിയാകൂ. ധന്യയുടെ കാര്യമാണെങ്കിൽ ടാസ്കുകളിൽ ആണെങ്കിലും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചു. തൻ്റെ അഭിപ്രായങ്ങൾ പറയേണ്ട സമയത്ത് പ്രോപ്പറായി പറഞ്ഞിട്ടുമുണ്ട്. ഇനി ഇതൊന്നും നോക്കേണ്ട. കിച്ചൺ ടീമിൽ ഒരു ഇഷ്യൂ വന്ന സമയത്ത് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ധന്യ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ ഒറ്റയ്ക്ക് അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് മുന്നോട്ട് വന്നത് തന്നെ നോക്കിയാൽ അറിയാം ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് മത്സരിക്കാൻ എല്ലാ അർഹതയും ഉണ്ടെന്ന്. ഇനി റോൺസന്റെ കാര്യം നോക്കിയാൽ കഴിഞ്ഞ ആഴ്ചയിലെ ടാസ്കിൽ വളരെ ഗംഭീരമായി തന്നെ പെർഫോം ചെയ്ത ഒരു കണ്ടസ്റ്റൻ്റാണ്. പല സന്ദർഭങ്ങളിലും തൻ്റെ അഭിപ്രായങ്ങൾ സ്ട്രോങ് ആയി പറയാനും വളരെ പവർഫുള്ളായ നിലപാടുകൾ എടുക്കാനും കഴിവുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ റോൺസനും തികച്ചും ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് വരാൻ അർഹതപ്പെട്ട ഒരാൾ തന്നെയാണ് എന്ന് പറയാം. ക്യാപ്റ്റൻസി ടാസ്കിൽ എത്തുക മാത്രമല്ല വിജയിച്ച് ക്യാപ്റ്റൻ ആകുകയും ചെയ്തു. ബിഗ് ബോസ് കൊടുത്തത് വളരെ രസകരമായ ഒരു ടാസ്ക്കാണ്. 3 ബക്കറ്റിലായിട്ട് കളർ വെള്ളം നിറച്ചിട്ടുണ്ടാകും. ഇത് ഹോളുള്ള ഒരു കപ്പിലെടുത്ത് അടിവെച്ച് നടന്ന് മറ്റൊരു പാത്രത്തിൽ നിറയ്ക്കണം. ഇത് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരാളാകും വിജയിക്കുക. ധന്യയും അപർണയും ഒക്കെ ചെയ്തെങ്കിലും അടിവെച്ച് നടക്കണം എന്ന റൂൾ കറക്റ്റായി ഫോളോ ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല. എന്നാൽ ആ റൂൾ കൃത്യമായി പാലിച്ച് ടാസ്ക് കറക്റ്റായി ചെയ്തത് റോൺസൺ ആയതുകൊണ്ട് നിലവിലെ ക്യാപ്റ്റനായ ദിൽഷ റോൺസൺ ആണ് വിജയി എന്ന് പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. എന്തായാലും ബിഗ് ബോസ് ഹൗസിലെ വരും ആഴ്ചയിലെ ക്യാപ്റ്റനായി റോൺസൺ സ്ഥാനമേറ്റിരിക്കുകയാണ്. ഇനി വരും ആഴ്ചകൾ റോൺസന്റെ കൈകളിൽ ഭദ്രമാണോ എന്നതൊക്കെ കണ്ടറിയാം.